ഹലോ ഡിയർ ഫ്രണ്ട്സ്, എവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യൊക്കെ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ്സുകൾക്കുള്ള ഒരു പ്രശ്നം, സിലബസ് അനുസരിച്ച് പഠിപ്പിച്ച് തീർത്തതുകൊണ്ട് പിന്നെ സിലബസിലേക്ക് കിടന്ന് നോക്കേണ്ട കാര്യമില്ല. ക്ലാസ്സുകൾ അതിൽ കിടപ്പുണ്ട്, ആവശ്യമുള്ളവർക്ക് നോക്കി കാണാം. എന്നാലും പിന്നെയും പുതിയ ക്ലാസ് ഇട്ടാലേ ചിലർ കാണുള്ളൂ. 1000 തവണ ഇട്ടാലും പ്രശ്നമല്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ കാണുക. ഇന്നിവിടെ ഒരു ക്ലാസ് എടുക്കാനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെ അശ്വിനുണ്ട്, വൈഷ്ണവിയുണ്ട്, ഐശ്വര്യമുണ്ട്, പിന്നെ സൂരജുണ്ട്. ഞങ്ങളൊരു ക്ലാസ് എടുക്കുകയാണ്. ഞങ്ങളുടെ ഈ സമയമൊക്കെ പിന്നീട് നഷ്ടപ്പെടുത്തിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതിൽ എനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ജോലി ആവശ്യമുള്ളവരുമാണ്. അവർ പല സ്റ്റേജിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് കമ്പനി കോർപ്പറേഷൻ്റെ റിസൾട്ടിൽ, റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ അശ്വിൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഇപ്പോൾ അഡീഷണലായിട്ട് പോലീസിൻ്റെ ലിസ്റ്റ് എടുത്തു, അതിന് നമ്മുടെ കുട്ടികൾ വന്നിട്ടുണ്ട്. ഏതായാലും ഒരഹങ്കാരങ്ങളും ഇല്ലാത്ത കുറച്ച് ആളുകൾ നമ്മളോട് ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച് പറയുകയാണ്, ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നതിൽ എത്ര എണ്ണം നിങ്ങൾക്കറിയാം? കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം കൂടെ വിളിച്ചു കളയാം. തിരുവനന്തപുരം, കൊല്ലം, ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന എത്ര എണ്ണം നിങ്ങൾക്കറിയാം? നിങ്ങൾ ഭീമമായ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്ഥാപനത്തിലെ കുട്ടികളും ഉണ്ടാവും. അവരൊന്ന് പറയൂ, എത്ര എണ്ണം അറിയാം? നിങ്ങൾ ഈ ക്ലാസ് തൃപ്തികരമല്ലാതെ കാണാതെ ഇരിക്കുന്നവരുണ്ട്. ആ ഇരിക്കുന്നവർക്ക് എത്ര എണ്ണം ഇതറിയാം? അതുകൊണ്ട് ഈ ക്ലാസ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുക. പഴയ ക്ലാസ്സുകൾ സിലബസ് അനുസരിച്ച് കാണാൻ ഒരു ശ്രമം നടത്തുക. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശരി, ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇന്ന് ഇൽബർട്ട് ബിൽ എന്നാൽ എന്താണ്? ദീപാവലി ഡിക്ലറേഷൻ എന്താണ്? ഓഗസ്റ്റ് ഓഫർ എന്താണ്? വേബൽ പ്ലാൻ എന്താണ്? CR ഫോർമുല എന്താണ്? കമ്മ്യൂണൽ അവാർഡ് എന്താണ്? ബട്ട്ലർ കമ്മിറ്റി എന്താണ്? മുദിമാൻ കമ്മിറ്റി, MUDDI, മുദിമാൻ എഴുതുമ്പോഴത്തേക്ക് മുദിമാൻ കമ്മിറ്റി. അതുപോലെ തന്നെ കാമരാജ് പ്ലാൻ. നിങ്ങൾ ഓരോരുത്തർ മനസ്സിൽ വിചാരിക്കുക, എനിക്ക് എത്ര എണ്ണം അതറിയാം. അപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ ഞാൻ ഈ ക്ലാസ് കാണാതിരിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇതെല്ലാം അറിയാമെന്നുള്ളവരായിരിക്കും കൂടുതൽ പേര്. നമ്മളെ ഈ ക്ലാസ് കാണാതിരിക്കുന്നവർക്ക് ഇത് കംപ്ലീറ്റ് അറിയാം, തീർച്ചയാണ് എന്നാണ് എൻ്റെ ധാരണ. ശരി, നമുക്ക് ഓരോന്നേരം ഒന്ന് പറയാം. നമുക്ക് പരിജ്ഞാനം കുറവാണ്, എന്നാലും നമുക്കൊരു പറയാൻ ഒരു ശ്രമം നടത്തുക. ഇവരിത് മറ്റ് ക്ലാസ്സുകളിൽ നിന്നൊക്കെ 100 പ്രാവശ്യം കേട്ടതായിരിക്കും. കേട്ട് ഇങ്ങനെ അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൽ ചിലപ്പോൾ ഒരു പുതുമ കാണില്ല ആയിരിക്കാം. ശരി, ഏതായാലും നമുക്ക് ഇൽബർട്ട് ബില്ലിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇൽബർട്ട് ബില്ല് എന്താണെന്ന് അതിൻ്റെ സന്ദർഭങ്ങളും വിവരിക്കാൻ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. ഐശ്വര്യയിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഐശ്വര്യ ഇൽബർട്ട് ബില്ല്? അങ്ങോട്ട് ഫേസ് ചെയ്ത് പറയും. ഇൽബർട്ട് ബില്ല് വരുന്നത് 1883-ലാണ്. ഇനി എന്താണ് ഇൽബർട്ട് ബില്ല് എന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ത്യൻ ജഡ്ജിമാർക്കും ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പൺ പ്രഭു കൊണ്ടുവന്നതാണ് ഇൽബർട്ട് ബില്ല് എന്ന് പറയുന്നത്. ശരി, ഇൽബർട്ട് ബില്ല് കൊണ്ടുവന്ന വർഷം ഏതാണ്? 1883-ലാണ്. അപ്പൊ ഇൽബർട്ട് ബില്ല് പ്രകാരം ഇന്ത്യൻ ജഡ്ജിമാർക്കും വെള്ളക്കാരെ വിചാരണ ചെയ്യാം. അതുവരെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇൽബർട്ട് ബില്ല് 1883 വന്നപ്പോൾ വാസ് ഇറ്റ് എ സക്സസ് ആയിരുന്നില്ല. കാരണം ബ്രിട്ടീഷുകാർക്ക് അത് എന്താണ് ഇഷ്ടപ്പെട്ടില്ല, അംഗീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ബ്രിട്ടീഷുകാരുടെ പ്രക്ഷോഭം തുടങ്ങി, വെള്ളക്കാർ. അതാണ് വൈറ്റ് മ്യൂട്ടണി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇൽബർട്ട് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റിപ്പണെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ റിപ്പണെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ എന്താ? റിപ്പൺ എന്ന് പറയുന്ന വൈസ്രോയി എന്നാണ് വന്നത്? റിപ്പണ് ശേഷം വന്നത് ആരാണ്? റിപ്പണ് മുമ്പ് വന്നത് ആരാണ്? ഈ വക കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം നമുക്കെല്ലാം കീറി മുറിച്ച് പറഞ്ഞു കൊടുക്കണം. നമ്മൾ പൈസയ്ക്കോ ആപ്പിനോ നിൽക്കുന്നവരല്ല. നമ്മൾ കറക്റ്റ് കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ളവരെ പഠിപ്പിക്കാൻ നിൽക്കുന്നവരാണ്. ഇവർക്കെല്ലാം ഒരു പുക പറയാണ് ആവശ്യം. ശരി, തുടങ്ങാം. റിപ്പൺ പ്രഭു വൈസ്രോയി ആയ കാലഘട്ടം എന്ന് പറയുന്നത് 1880 മുതൽ 84 വരെയാണ്. 1880-84 ആയിരുന്നു റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടം. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നാണ്.
ഇനി നമുക്കറിയാം റിപ്പണ് മുന്നുണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു ലിട്ടൺ പ്രഭു. അദ്ദേഹം പ്രാദേശിക ഭാഷാ പത്ര നിയമവും ആയുധ നിയമവും നടപ്പിലാക്കി. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമവും ആയുധ നിയമവും ലിട്ടൺ പ്രഭു നടപ്പിലാക്കി. അല്ലേ? ശരി. ഈ രണ്ട് നിയമങ്ങൾ പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. അതെ, അതായത് പ്രാദേശിക ഭാഷാ പത്ര നിയമവും ആയുധ നിയമവും പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ്. വർഷം 1882. അപ്പൊ എല്ലാം റിവേഴ്സ് ചെയ്യുന്ന ആരാണ്? റിപ്പണാണ്. നടപ്പിലാക്കിയത് ലിട്ടണാണ്. ശരി, അടുത്തത്. ഇനി ഇന്ത്യയില് ക്രമീകൃത സെൻസസ് ഏർപ്പെടുത്തിയ വൈസ്രോയി ചോദിച്ചാലും അത് റിപ്പൺ പ്രഭുവാണ്. റെഗുലർ സെൻസസ് ഏർപ്പെടുത്തിയത് റിപ്പൺ പ്രഭുവാണ് 1881. ഈ റിപ്പണിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ 1880 മുതൽ 84 വരെ ലോർഡ് റിപ്പൺ ആയിരുന്നു. റിപ്പണിന് ശേഷം വന്നതാണ് ലോർഡ് ഡഫറിൻ. ലോർഡ് ഡഫറിന്റെ കാലത്താണ് INC രൂപീകരിച്ചത്. ഇതാണ് ഇൽബർട്ട് ബില്ല്. ഓരോരുത്തരും കമന്റ് ചെയ്യുക, സാറേ എനിക്ക് ഇൽബർട്ട് ബില്ല് ഞാൻ ആപ്പിൽ പോയി പഠിച്ചതാണ്, അതുകൊണ്ട് സാറിൻ്റെ ഇതൊന്നും കേട്ടിട്ട് ഞങ്ങൾക്ക് പ്രശ്നമേ ഇല്ല എന്ന് നിങ്ങൾ പറയണം. അപ്പോഴാണ് നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഞങ്ങളൊരു ശ്രമം നടത്തുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ഇനി നോക്കി പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൽബർട്ട് ബില്ല് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കണേ ഇൽബർട്ട് ബില്ല് 1883 റിപ്പണാണ്. ഇൽബർട്ട് ബില്ല് പ്രകാരം ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് വെള്ളക്കാരെ വിചാരണ ചെയ്യാം. അതുവരെ പറ്റൂലായിരുന്നു. ഇൽബർട്ട് ബിൽ വലിയ പ്രതിഷേധം ഉണ്ടായി. അതിനെ വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നു. അപ്പോൾ ഐശ്വര്യ, ആരാണ് ഇൽബർട്ട്? ഈ ഇൽബർട്ട് ബിൽ അവതരിപ്പിച്ചത് എവിടെയാണ്? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇൽബർട്ട് എന്ന് പറയുന്നത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഒരു മെമ്പർ ആയിരുന്നു. ഇൽബർട്ട് എന്ന് പറയുന്നത് ലീഗൽ മെമ്പർ. അദ്ദേഹമാണ് ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ചത്, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അവതരിപ്പിച്ചത്. ആ അവതരിപ്പിച്ച ബില്ലിലാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ജഡ്ജിമാർക്കും വെള്ളക്കാരെ വിചാരണ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇൽബർട്ട് ബില്ലിന് തെറ്റൂലല്ലോ, ഉറപ്പാണല്ലോ. ശരി, ഇനി നമുക്ക് ദീപാവലി ഡിക്ലറേഷനിലേക്ക് കടക്കാം. ദീപാവലി ഡിക്ലറേഷൻ എന്താണ്? ദീപാവലി ഡിക്ലറേഷൻ വൈഷ്ണവി. ദീപാവലി ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ 1929 ഒക്ടോബർ 31 ദീപാവലി പ്രഖ്യാപനം അല്ലെങ്കിൽ ഡിക്ലറേഷൻ നടക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് കിട്ടണമെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് വൈസ്രോയി എന്ന് പറയുന്നത് ലോർഡ് ഇർവിനാണ് ഈ ഒരു പ്രഖ്യാപനം കൊണ്ടുവരുന്നത്. ഒക്ടോബർ മാസത്തിൽ നടക്കുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ദീപാവലി ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇതാരാണ് ദീപാവലി ഡിക്ലറേഷൻ നടത്തിയെന്ന് പറഞ്ഞത്? ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിന്റെ കാലഘട്ടം 1926 മുതൽ 31 വരെയാണ്. 31 വരെ ആയിരുന്നു ലോർഡ് ഇർവിൻ. അപ്പോ ഒന്നിട്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തായിരുന്നു? ഹിൽട്ടൺ യങ് കമ്മീഷൻ അതായത് RBI നിലവിൽ വരാൻ കാരണമായ കമ്മീഷനാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ ആയിരുന്നു. പിന്നെ സൈമൺ കമ്മീഷനെ അവിടെ പ്രഖ്യാപിച്ചപ്പോൾ കൊടുത്ത വൈസ്രോയി ആരായിരുന്നു? വൈസ്രോയി ഇർവിനായിരുന്നു. സൈമൺ കമ്മീഷൻ 1928 വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആരായിരുന്നു? ലോർഡ് ഇർവിൻ. ഇനി നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ ആയിരുന്നു. 1928. അടുത്തത് 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിക്കുകയും കൊണ്ടാടുകയും ചെയ്തപ്പോൾ കൊടുത്ത വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ. ഒന്നാം വട്ടമേശ സമ്മേളനം 1931 നടക്കുമ്പോഴത്തേക്ക് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ. 2, 3 വരുന്നത് ലോർഡ് വെല്ലിംഗ്ടന്റെ കാലത്താണ്. അപ്പൊ ദീപാവലി ഡിക്ലറേഷൻ ഒന്നുകൂടെ പറയൂ. ദീപാവലി ഡിക്ലറേഷൻ എന്താണെന്ന്? 1929 ഒക്ടോബർ 31 ദീപാവലി ഡിക്ലറേഷൻ നടത്തുന്നത് വൈസ്രോയി ലോർഡ് ഇർവിൻ. എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യന് ഒരു പ്രത്യേക ഡൊമിനിയൻ പദവി നൽകണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം. എന്താണ് ഈ ഡൊമിനിയൻ പദവി? പുത്രിക രാജ്യം. എന്താണ് പുത്രിക രാജ്യം? ബ്രിട്ടന്റെ കീഴിൽ സ്വന്തമായിട്ട് ഭരിക്കാനുള്ള അവകാശം. ബ്രിട്ടന്റെ കീഴിൽ സ്വതന്ത്രമായി ഭരിക്കാനുള്ള ഒരു അവകാശം. അതാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ് കൊടുക്കുന്നത്, പദവി. അടുത്തത് അപ്പൊ ദീപാവലി ഡിക്ലറേഷൻ മനസ്സിലായി. അപ്പോൾ ദീപാവലി ഡിക്ലറേഷൻ 1929 ദീപാവലി ഡിക്ലറേഷൻ നടത്തിയത് ലോർഡ് ഇർവിനാണ്. ലോർഡ് ഇർവിനും ഗാന്ധിജിയും തമ്മിലുള്ള സന്ധിക്കാണ് ഗാന്ധി ഇർവിൻ പാക്ട് 1931 മാർച്ച് 5. ഗാന്ധി ഇർവിൻ സന്ധി പ്രകാരമാണ് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാമെന്നും തടവുകാരെ മോചിപ്പിക്കാമെന്ന് ഇർവിന് സമ്മതിച്ചു. അതായിരുന്നു ഗാന്ധി ഇർവിൻ സന്ധി. എന്നാൽ നിയമലംഘന പ്രസ്ഥാനം മൊത്തം പിൻവലിച്ചത് 1934 പ്രഖ്യാപിച്ചത്. അതാണ് ദീപാവലി ഡിക്ലറേഷൻ. എന്റെ സുഹൃത്തുക്കൾക്ക് ഇൽബർട്ട് ബിൽ മനസ്സിലായോ? ദീപാവലി ഡിക്ലറേഷൻ മനസ്സിലായോ?
മനസ്സിലായെന്ന് വിചാരിക്കാം. എന്താ ശരി. അടുത്തത് അശ്വിൻ, എന്താണ് ഈ ഓഗസ്റ്റ് ഓഫർ? ഓഫറുകൾ പലതും വയ്ക്കും അല്ലേ? ഓഫർ ഇവിടെ വന്ന് ചേരുകയാണെങ്കിൽ റാങ്ക് ഫയൽ സൗജന്യം, അതൊരു ഓഫറാണ്, ശരിയല്ലേ? ശരി, എന്താണ് ഈ പിന്നെ ഓഫർ? ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് 1940 ലിലിത് കോ പ്രഭു പുറപ്പെടുവിച്ചൊരു ഓഫറാണ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് അതായത് ഇന്ത്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി കൊടുക്കാം, അതായത് ഡൊമിനിയൻ സ്റ്റാറ്റസ് കൊടുക്കാം എന്ന് പറഞ്ഞ ഓഫറാണ്. കഴിഞ്ഞതിന് ശേഷം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്ക് ഒരു പുത്രികാ രാജ്യ പദവി കൊടുക്കാമെന്ന് ലിലിത് കോ പറഞ്ഞതാണ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. 40 സ്വയംഭരണാധികാരമുള്ള ഒരു കോളനിയായി, സ്വയംഭരണാധികാരമുള്ള ഒരു കോളനിയായി, സ്വാതന്ത്ര്യമൊന്നും തരുന്നില്ല, മനസ്സിലായി, അവരുടെ കീഴിൽ തന്നെയാണ്. ശരി, അപ്പൊ ഓഗസ്റ്റ് ഓഫർ ഇത് ഓഗസ്റ്റ് മാസത്തിലാണ് പ്രഖ്യാപിച്ചത്. ആരാണ്? ലിലിത് കോ പ്രഭുവാണ്. അപ്പോ നമുക്ക് ലിലിത് കോ പ്രഭുവിനൊന്ന് പഠിക്കണം. ലിലിത് കോ പ്രഭു വൈസ്രോയി ആയ വർഷം എന്നാണ് 1936 മുതൽ 1944 വരെ ലിലിത് കോ പ്രഭുവിന്റെ കാലഘട്ടമായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വേണ്ടി നിർമ്മിച്ച അവസാനത്തെ നിയമനിർമ്മാണമായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1950 ജനുവരി 26 വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും ഹ്രസ്വമായ ഭരണപരിഷ്കാരം 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരമായിരുന്നു. അത് 10 വർഷമേ നീണ്ടു. ഇവിടെ ലിലിത് കോ പ്രഭു 1936 തോന്നുന്നു, 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത് 1937 നിലവിൽ വരുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ടാണ് ബ്രിട്ടീഷ് പ്രോവിൻസുകളും ഇന്ത്യൻ സംസ്ഥാനങ്ങളും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫെഡറേഷൻ രൂപീകരിക്കാമെന്ന് തീരുമാനിച്ചതും സുപ്രീം കോടതി വരണമെന്നൊക്കെ പറഞ്ഞത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചിട്ടാണ്. അത് മാത്രം ഡയറക്റ്റ് എടുത്തു കളഞ്ഞു. നേരത്തെ 1919 ഡയറക്റ്റ് എടുത്തു കളഞ്ഞല്ലോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരി, അപ്പോൾ 1937 ഈ 35 ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാകുമ്പോൾ ഇവിടുത്തെ വൈസ്രോയി ആരായിരുന്നു? ലിലിത് കോ പ്രഭു ആയിരുന്നു. 1935 ഭരണഘടനാ പരിഷ്കാരം അനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ തീരുമാനിച്ചത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ബർമയെ വേർപെടുത്തിയ വർഷം ഏതാണ്? 1937. 1935 തീരുമാനിച്ചത്. 35 തീരുമാനിച്ചത്, 37 ഇംപ്ലിമെന്റ് ചെയ്തത്. ശരി, അടുത്ത വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ ലിലിത് കോ പ്രഭുവിന്റെ കാലത്ത് കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. ആ സാഹചര്യം ഒന്ന് വിവരിക്കാമോ? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് ചെയ്തു? 37 ഇലക്ഷൻ നടന്നു. അങ്ങനെ 7 ഇടങ്ങളിൽ കോൺഗ്രസ് 11 പ്രോവിൻസുകളിലെ 7 പ്രോവിൻസുകളിൽ കോൺഗ്രസ് മാത്രവും ഒരു പ്രോവിൻസിൽ കൂട്ടുകക്ഷി മന്ത്രിസഭയും വന്നു. ചുരുക്കി പറഞ്ഞ 8 പ്രോവിൻസിന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ശരി, അപ്പോഴാണ് രണ്ടാം ലോക മഹായുദ്ധം 1939 സെപ്റ്റംബർ 2 പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോ എന്ത് ചെയ്തു? അപ്പോ ലിലിത് കോ പ്രഭു പ്രഖ്യാപിച്ചു, അതായത് കോൺഗ്രസ് ആലോചിക്കാതെ പ്രഖ്യാപിച്ചു, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ സഖ്യകക്ഷികളോട് ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് 1939 ഡിസംബർ 22 ഈ 7 മന്ത്രിസഭയും ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയായിരുന്ന കോൺഗ്രസ് മന്ത്രിസഭ രാജിവെക്കുകയാണ്. വെരിഫൈ. അപ്പൊ ഈ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് എന്നാണ്? ഡിസംബർ 22 1939 ഡിസംബർ 22. ഈ ഡിസംബർ 22 മുസ്ലിം ലീഗിന് ഭയങ്കര സന്തോഷമായി. കാരണം മുസ്ലിം ലീഗിനെ കൂട്ടാതെ മന്ത്രിസഭകൾ വന്നത്. അപ്പൊ ഈ മുസ്ലിം ലീഗ് എന്താണ് ഡിസംബർ 22 കുറിച്ച് പറഞ്ഞത്? വിമോചനത്തിന്റെ ദിനം, അല്ലെങ്കിൽ ഡേ ഓഫ് ഡെലിവറൻസ് എന്ന് പറഞ്ഞു. ഡേ ഓഫ് ഡെലിവറൻസ് എന്ന് ആഘോഷിച്ച ദിനം ഏതാണ്? ഡിസംബർ 22 1939 മുസ്ലിം ലീഗാണ് അങ്ങനെ പറഞ്ഞത്. ഈ ഡിസംബർ 22 എന്ന് പറഞ്ഞപ്പോൾ ദേശീയ ഗണിതശാസ്ത്ര ദിനവും ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം എന്നാണ് ഡിസംബർ 22 പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഇനി 1939 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് സെപ്റ്റംബർ 1 തീയതി. 1945 സെപ്റ്റംബർ 2 ആ ലോക മഹായുദ്ധം അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ 1939 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുമ്പോൾ കൊടുത്ത വൈസ്രോയി ആരായിരുന്നു? ലിലിത് കോ പ്രഭു ആയിരുന്നു. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോഴത്തെ വൈസ്രോയി ആരായിരുന്നു? ലിലിത് കോ പ്രഭു ആയിരുന്നു.
1939 ത്രിപുരി കോൺഗ്രസിനകത്തൊരു ഇലക്ഷൻ നടക്കുകയും സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുകയും മഹാത്മാഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും സ്ഥാനാർത്ഥി പട്ടാഭി സീതാരാമയ്യർ തോക്കുകയും ചെയ്തപ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലളിത് കോ പ്രഭു ആയിരുന്നു. ശരിയാണല്ലോ. ഇനി 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ഇവിടുത്തെ വൈസ്രോയി ആയിരുന്നു. ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെ. രണ്ടാമത്തെ വ്യക്തി സത്യാഗ്രഹി ഇൻഡിവിജ്വൽ സത്യാഗ്രഹി. കേരളത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു. ഇനി 1940 വ്യക്തി സത്യാഗ്രഹം നമ്മൾ പറഞ്ഞു. 40 നമ്മൾ പറഞ്ഞത് ഓഗസ്റ്റ് ഓഫറാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ? രണ്ടാം ലോകമഹായുദ്ധത്തെ സഹായിക്കണമെന്ന്, അതിനുശേഷം നമുക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് തരാമെന്നൊക്കെ പറഞ്ഞത്. ശരി, 1941 പിന്നെ ഇവിടെ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പേൾ ഹാർബർ ആക്രമിച്ചു. അമേരിക്കയുടെ പേൾ ഹാർബർ ഹവായിലാണ്. അപ്പോ ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലളിത് കോ പ്രഭു ആയിരുന്നു. 44 വരെ അദ്ദേഹം തുടർന്നു. അപ്പൊ യഥാർത്ഥത്തിൽ 1936 മുതൽ 44 വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ഒരു വർഷമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴത്തേക്ക് വൈസ്രോയി ആരായിരുന്നു? ലളിത് കോ പ്രഭു ആയിരുന്നു. ക്രിപ്സ് ദൗത്യം ഇന്ത്യയിൽ വരുമ്പോൾ ആരായിരുന്നു? ലളിത് കോ പ്രഭു ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ ക്വസ്റ്റ്യൻ അറിയാമോ നിങ്ങൾക്ക്? അറിയാമായിരുന്നു? അറിഞ്ഞുകൂടായെങ്കിൽ ഇതിനകത്ത് എഴുതുക, ചക്രവാണി സാറേ ഞങ്ങൾ അഹങ്കാരം കൊണ്ടാണ് ഇത് കാണാതിരുന്നത്, തെറ്റായിപ്പോയി, ക്ഷമിക്കണമെന്ന് പറയണ്ട. കാരണം ഞങ്ങൾ അത്ര വലിയ ആളുകളല്ലല്ലോ, അതുകൊണ്ട് അത് പറയേണ്ട ആവശ്യമില്ല. ഏതായാലും അവസാനം നമ്മൾ വിജയിക്കും, സംശയിക്കണ്ട. അവസാനം വിജയിക്കുന്ന ആര് തന്നെ ആയിരിക്കും? നമ്മൾ തന്നെയായിരിക്കും. അതിൽ തർക്കം വേണ്ട. ഇപ്പോൾ ഈ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് ജോലി കിട്ടിയ എത്രയോ പേരാണ് അതിനകത്ത് എഴുതുന്നത്, വിളിച്ചു പറയുന്നത് അല്ലേ? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ശരി സാർ, പിന്നെ അതിലൊന്നുകൂടെ ഉണ്ട്. 1940 ആദ്യമായിട്ട് വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആകുമ്പോഴത്തേക്കും ലളിത് കോ പ്രഭു ആയിരുന്നു ഇന്ത്യയിലെ വൈസ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടനിൽ എത്ര തീരെ പ്രധാനമന്ത്രിയായി? 2 തവണ. ഏതൊക്കെ ദിവസം, എപ്പോഴൊക്കെയാണ്? 1940 മുതൽ 45 വരെയും 1951 മുതൽ 55 വരെയും 2 പ്രാവശ്യം വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹമാണ് മഹാത്മാഗാന്ധിജിയെ അർത്ഥതജ്ഞനായ ഫക്കീർ എന്ന് വിളിച്ചത്. 1953 അദ്ദേഹത്തിന് സാഹിത്യത്തിന് നൊബേൽ സമ്മാനം കിട്ടി. 55 മരിക്കുകയും 55 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ശരിയല്ലേ? അപ്പൊ യഥാർത്ഥത്തില് 1940 55 ഇടയിൽ വേവൽ പ്രഭുവാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ലേബർ പാർട്ടി, ഇത് കൺസർവേറ്റീവ് പാർട്ടിക്കാരായ ക്ലെമന്റ് ആറ്റ്ലി ആണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത് ലേബർ പാർട്ടിയായിരുന്നു. ശരി, ഇതാണ് വേവൽ പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. വേവൽ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും അല്ല, ഇതാണ് നമുക്ക് ഓഗസ്റ്റ് ഓഫറിനെ കുറിച്ച് പറയാനുള്ളത്. ഓഗസ്റ്റ് ഓഫർ. ഇനി അടുത്ത് നമുക്കൊരു വിഷയത്തിലേക്ക് കടക്കാം. വേവൽ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ചില സുഹൃത്തുക്കൾക്കെങ്കിലും ചില ആശയക്കുഴപ്പം കാണും ഈ വേവൽ പ്ലാൻ. ശരി, വേവൽ പ്ലാനിനെ കുറിച്ച് ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കും. ആപ്പുകാർക്ക് മനസ്സിലാവൂല, എന്നാലും നമ്മൾ ആളുകൾക്ക് മനസ്സിലാവും. പറയും. ഇപ്പൊ വേവൽ പ്ലാൻ എന്തെന്നാണ് പറയുന്നത്? അതിനു മുമ്പ് വേവൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലോർഡ് വേവൽ. അദ്ദേഹം 1944 മുതൽ 47 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ വേവൽ പ്ലാൻ നടക്കുന്നത്. 1945 വേവൽ പ്ലാൻ വരുന്നത്. ഇനി എന്താണ് ഈ വേവൽ പ്ലാൻ എന്ന് ചോദിച്ചാൽ 1945 ഹിമാചൽ പ്രദേശിലെ തലസ്ഥാനമായ ഷിംലയിൽ ഒരു കോൺഫറൻസ് കൂടുകയുണ്ടായി. അപ്പൊ ആ കോൺഫറൻസിൽ വൈസ്രോയി ആയിരുന്ന വേവൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ തുല്യ പ്രാധാന്യം നൽകാമെന്ന്. എന്തിനാണ് അങ്ങനെ തീരുമാനിച്ചത്? കാരണം വിഭജനം ഒഴിവാക്കുന്നതിന് വേണ്ടി വിഭജനം ഒഴിവാക്കാം, അതായിരുന്നു ഉദ്ദേശം. ശരി, അതാണ് വേവൽ പ്ലാൻ. വേവൽ പ്ലാനിന് വേറൊരു പേരുണ്ടല്ലോ, അതാണ് സിംല കോൺഫറൻസ്. സിംലയിൽ വെച്ചാണ് അതാണ്. അതുകൊണ്ട് തന്നെ സിംല കോൺഫറൻസ് അല്ലെങ്കിൽ വേവൽ പ്ലാൻ എന്ന് പറയുന്നത് വേവൽ മുന്നോട്ട് വെച്ചൊരു പദ്ധതിയാണ്. ഈ വിഭജനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ വിഭജനം ഒഴിവാക്കാൻ വേണ്ടി ഗാന്ധിജി മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്താണ്? വിഭജനം ഒഴിവാക്കാൻ വേണ്ടി ഗാന്ധിജി മുന്നോട്ട് വെച്ചത് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ഐഡിയ. മനസ്സിലായി? അപ്പോൾ വിഭജനം ഒഴിവാക്കാം. കാരണം ജിന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകട്ടെ, അതായിരുന്നു ആര് മുന്നോട്ട് വെച്ച പദ്ധതി? ഗാന്ധിജി. ഇനി 1946 ക്യാബിനറ്റ് മിഷൻ വിഭജനം അംഗീകരിച്ചിരുന്നോ? ഇല്ല, വിഭജനം അംഗീകരിച്ചിരുന്നില്ല.
അവർ പറഞ്ഞത് പിന്നീട് ഡൊമിനിയൻ സ്റ്റാറ്റസോ കൊടുത്തു നിർത്താമെന്നാണ് പറഞ്ഞത്. എന്നാൽ വിഭജനം പറഞ്ഞിട്ടില്ലായിരുന്നു. ശരി, അപ്പോൾ വേവൽ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. 1945 വേവൽ അധികാരത്തിൽ വന്ന എന്നാണ് 1944 മുതൽ 47 വരെ. 47 വരെ. ഇനി 45 പിന്നെ രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചത്. 46 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്നത്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് വേവൽ ആയിരുന്നു. ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. അതും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതേസമയം ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴത്തേക്ക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു. ശരിയല്ലേ? ശരി. വേവൽ പ്ലാനിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പൊ വേവൽ പ്ലാൻ ഒരു സക്സസ് ആയില്ല. കോൺഗ്രസ് സമ്മതിച്ചില്ല. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതിന് കോൺഗ്രസ് അനുകൂലിച്ചില്ല. അതുകൊണ്ട് അത് നന്നായിട്ട് വിജയിച്ചില്ല എന്നുള്ള സത്യമാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താണ് ഈ CR ഫോർമുല? ആരാണ് ഈ CR ഫോർമുല എന്ന് പറയുന്നത് 1944 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫോർമുലയാണ്. അത് CR എന്ന് പറയുന്നത് C രാജഗോപാലാചാരി അല്ലെങ്കിൽ ചക്രവർത്തി രാജഗോപാലാചാരി. ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർമുല എന്ന് പറയുന്നത് INCക്കും, അതായത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ ആ ഒരു അകൽച്ച കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോടി കൊണ്ടുവന്ന ഒരു ഫോർമുലയാണ് CR ഫോർമുല എന്ന് പറയുന്നത്. 1944 അതെ, ഗാന്ധിജി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ഇനി ഈ പിന്നീട് C രാജഗോപാലാചാരി ആരാണ്? C രാജഗോപാലാചാരി എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലാണ് C രാജഗോപാലാചാരി. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? C രാജഗോപാലാചാരിയാണ്. ശരി, അദ്ദേഹത്തിനാണ് ആദ്യമായി ഭാരതരത്നം സ്വീകരിച്ചത്. അതെ, അല്ലെ, അദ്ദേഹത്തിനോടൊപ്പം സ്വീകരിച്ചതാണ് രാധാകൃഷ്ണനും സി വി രാമനും അദ്ദേഹത്തോടൊപ്പം സ്വീകരിച്ചു. ആദ്യമായി സ്വീകരിച്ച C രാജഗോപാലാചാരി 1954 അവർക്ക് അദ്ദേഹത്തിന് ഉപ്പ് സത്യാഗ്രഹമായിട്ടുള്ള ബന്ധം. വേദാരണ്യത്തില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് C രാജഗോപാലാചാരി. വേദാരണ്യം തമിഴ്നാട്ടിൽ. അതെ, അതുകൊണ്ട് വേദാരണ്യം ഗാന്ധിയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു, മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്നു C രാജഗോപാലാചാരി. ശരി, അപ്പൊ അത് നമ്മൾ പറഞ്ഞു. ശരിയാണ്. അടുത്ത നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മറ്റൊരു ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് കമന്റ് ചെയ്യണം. ശരി, അടുത്തത് എന്താണ് ഈ കമ്മ്യൂണൽ അവാർഡ്? അതായത് കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരുന്നത് എന്താണ് ഈ കമ്മ്യൂണൽ അവാർഡ്? കമ്മ്യൂണൽ അവാർഡ് മീൻസ് ആള് കമ്മ്യൂണൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജാതീയമായ ചിന്ത അല്ലേ, അതാണ് കമ്മ്യൂണൽ. പറയും. അതായത് ജാതി അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, മണ്ഡലങ്ങൾ കൊടുക്കുന്നത്, നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. 1900 സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ഓർ ഡിപ്രസ്ഡ് ക്ലാസസ് ഓർ അൺടച്ചബിൾസ്. ഓക്കെ, ഡിപ്രസ്ഡ് ക്ലാസസിന് എന്ത് ചെയ്യുക, പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ നൽകുന്ന ഒരു ഇതാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. 1932 ഓഗസ്റ്റ് 16 റാംസെ മക്ഡൊണാൾഡ് ഇത് കൊണ്ടുവരുന്നത്. റാംസെ മക്ഡൊണാൾഡ് ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു റാംസെ മക്ഡൊണാൾഡ് എന്ന് പറയുന്നത്. 1932 അങ്ങ് അദ്ദേഹം കൊണ്ടുവരുന്നു, കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരുന്നു. ഈ കമ്മ്യൂണൽ അവാർഡ് കൊണ്ടുവരാനുള്ള കാരണം വട്ടമേശ സമ്മേളനങ്ങൾ പരാജയപ്പെട്ടതാണ് ഒരു കാരണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്മ്യൂണൽ അവാർഡ്, ഈ കമ്മ്യൂണൽ അവാർഡ് നടപ്പിലാക്കുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ഡിവിഷൻ നടക്കും. ഹിന്ദുക്കളിൽ തന്നെ ഡിപ്രസ്ഡ് ക്ലാസ്സും ഉണ്ട്, ഫോർവേഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ഗാന്ധിജിക്ക് റാംസെ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡ് ഇഷ്ടപ്പെട്ടില്ല, കമ്മ്യൂണൽ വിധി ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അംബേദ്കർ അതിനെ അംഗീകരിച്ചു. അംബേദ്കർ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. ശരി, അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി എന്താണ് ചെയ്തത്? കമ്മ്യൂണൽ അവാർഡിൽ പ്രതിഷേധിച്ച് ഇർവാദ ജയിലിൽ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം കടന്നു. ഇർവാദ ജയിലിൽ പൂനെ ഇർവാദ ജയിലിൽ മഹാരാഷ്ട്രയിൽ അദ്ദേഹം മരണം വരെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. അപ്പൊ ഗാന്ധിജി മരണം വരെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? കമ്മ്യൂണൽ അവാർഡ് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. ആരാണ് ഈ കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്? റാംസെ മക്ഡൊണാൾഡ്. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ അപ്പോ മഹാത്മാഗാന്ധി സത്യാഗ്രഹം തുടങ്ങി ഇർവാദ ജയിൽ മഹാരാഷ്ട്രയിലാണ്, പൂനെയിലാണ്. ഇതെങ്ങനെ അവസാനിപ്പിച്ചു?
ഈ മരണം വരെ നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടി BR അംബേദ്കറും ഗാന്ധിജിയായിട്ടൊരു പാക്ട് കൊണ്ടുവരാൻ ചെയ്തത്. ആ പാക്ടിന് പറയുന്നതാണ് പൂന പാക്ട്. പൂന ഉടമ്പടി. പൂന കരാർ കൊണ്ടുവരുന്നത് അംബേദ്കറും ഗാന്ധിയും കൂടെയാണ്. പൂന കരാറിൽ ഒപ്പിട്ടത് ഒന്ന് അംബേദ്കറും ഒന്ന് ബ്രിട്ടീഷുകാരുമാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനല്ലേ ഒപ്പിടാൻ പറ്റുള്ളൂ. ഗാന്ധിജി സമ്മതിച്ചു, പൂന കരാർ സമ്മതിച്ചു. ആ പൂന കരാർ അനുസരിച്ച് ഡിപ്രസ്ഡ് ക്ലാസസിന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് എന്നുള്ള മാറ്റി വെച്ചു. അത് വേണ്ട, അതിനെതിരായിട്ടല്ലേ ഗാന്ധി സത്യാഗ്രഹം നടത്തുന്നത്, ശരിയല്ലേ? ഈ പിന്നീട് കമ്മ്യൂണൽ അവാർഡിനെതിരായിട്ട്. അപ്പൊ ഇതിന് മധ്യസ്ഥരായിട്ട് നിന്നത് അംബേദ്കറാണ് ഒപ്പിട്ടത് ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട്. പിന്നെ തേജ് ബഹദൂർ സപ്രു, അതേപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ. കാരണം ഗാന്ധിജി മരിച്ചു എന്ന് വിചാരിച്ചു, അത്രമാത്രം രൂക്ഷമായിരുന്നു പ്രശ്നം. അങ്ങനെ കമ്മ്യൂണൽ അവാർഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നു. ഈ അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവും കൂടെയാണ് ജോയിന്റ് ഇലക്ടറേറ്റ് എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത്. ജോയിന്റ് ഇലക്ടറേറ്റ്. അത് മാത്രമല്ല, ഈ തേജ് ബഹദൂർ സപ്രുവിനെ കുറിച്ച് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആദ്യ വട്ടമേശ സമ്മേളനം 1930 അന്ന് ലോർഡ് ഇർവിനായിരുന്നു വൈസ്രോയി. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ 89 പേരാണ് പങ്കെടുത്തത്. ആകെ 89 റെപ്രസെന്റേറ്റീവ്സ് ആണ്. കോൺഗ്രസ് അതിൽ പങ്കെടുത്തിട്ടില്ല. ഇതിൽ തേജ് ബഹദൂർ സപ്രു ഒരു നിർദ്ദേശം വെച്ചു, ഇന്ത്യയെ വിഭജിക്കാൻ പാടില്ല, ഇന്ത്യ ജോയിന്റ് ആയിട്ട് നിൽക്കണം, ഇന്ത്യയിൽ ഒരു വിഭജന ചിന്താഗതി പാടില്ല എന്ന് മുന്നോട്ട് വെച്ചത് തേജ് ബഹദൂർ സപ്രു ആണ്. ആരാണ്? തേജ് ബഹദൂർ സപ്രു ആണ്. ഈ സത്യാഗ്രഹം അവസാനിപ്പിക്കാനും വേണ്ടി ഇടനിലക്കാരനായി നിന്ന ആരാണ്? തേജ് ബഹദൂർ സപ്രു ആണ്. മനസ്സിലായില്ലേ? അംബേദ്കർ തന്നെയാണ് ഇതിൽ ഒപ്പിട്ടതൊക്കെ, അതൊക്കെ ശരിയാണ്, പൂന കരാറിൽ ഒപ്പിട്ടത്. ഈ പൂന കരാറിനെ ഡൽഹി കരാർ എന്ന് ചിലർ പറയുന്നുണ്ട്. ഡൽഹി കരാർ എന്നും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. വെരിഫൈ കമ്മ്യൂണൽ അവാർഡ് 1932. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബട്ട്ലർ കമ്മിറ്റി 1927 വരുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റും നാട്ടുരാജ്യങ്ങളും തമ്മിൽ യോജിച്ചു പോകണമെന്നൊരു തീരുമാനം മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. ഈ ബട്ട്ലർ എന്ന് പറയുന്നത് ഹാർകോർട്ട് ബട്ട്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഹാർകോർട്ട് ബട്ട്ലർ. ഇദ്ദേഹത്തിന്റെ പേരില് ഇന്ത്യയില് ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാൺപൂരിൽ. ബട്ട്ലർ എന്ന് പറയുന്നത് ബർമയിലെ ഗവർണർ ആയിരുന്നു. നമുക്കറിയാം, ബർമ പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. 1937 ഇന്ത്യയിൽ നിന്ന് ബർമയെ വേർപെടുത്തുന്നത്. അപ്പൊ അന്നത്തെ ബർമയിലെ ഗവർണർ ആയിരുന്നു ഈ ബട്ട്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ബട്ട്ലർ കമ്മിറ്റി. ബട്ട്ലർ കമ്മിറ്റിയിൽ എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷ് ഗവൺമെന്റും നാട്ടുരാജ്യങ്ങളും യോജിച്ചു പോകണമെന്നൊരു തീരുമാനം മുന്നോട്ട് വെച്ചത് ഈ ബട്ട്ലർ കമ്മിറ്റിയാണ്. ശരി. 1927 വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ. ആരായിരുന്നു? ലോർഡ് ഇർവിൻ. സൈമൺ കമ്മീഷൻ പ്രഖ്യാപിച്ചത് 1927 അല്ലേ? ശരി, അത് വളരെ ക്ലിയർ ആണ്. അടുത്തത് അലക്സാണ്ടർ മുഡിമാൻ കമ്മിറ്റി. എന്താണ് ഈ അലക്സാണ്ടർ മുഡിമാൻ കമ്മിറ്റി? എന്താണെന്ന് പറയണം. ആരാണ് സംസാരിക്കുന്നത്? വൈഷ്ണവി പറയും. 1924 കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ വന്ന കമ്മിറ്റിയാണ് മുദിമാൻ കമ്മിറ്റി എന്ന് പറയുന്നത്. മുദിമാൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ മുദിമാൻ, അല്ലെങ്കിൽ MUDDIN ആണ് മുദിമാൻ. അപ്പോൾ ഇദ്ദേഹം യുണൈറ്റഡ് പ്രോവിൻസിലെ ഒരു ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അത് UP-യിലെ ഒരു ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് മുദിമാൻ എന്ന് പറയുന്നത്, അലക്സാണ്ടർ മുദിമാൻ. അദ്ദേഹത്തിന്റെ ഒരു പഠനമാണ്, അതായത് 1919 മൊണ്ടേഗു ജെയിംസോട് ഭരണപരിഷ്കാരത്തിൽ ഏർപ്പെടുത്തിയ ഡയാർക്കിയെ കുറിച്ച് വിശദമായിട്ട് പഠിച്ച ഒരു കമ്മിറ്റിയാണ് 1924 മുദിമാൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ശരിയാണ്, വളരെ ഫൈൻ. ഇനി നമുക്കുള്ളത് കാമരാജ് പ്ലാനാണ്. ശരി, കാമരാജ് പ്ലാൻ പറയുന്നുണ്ടോ? ശരി. ആൾക്കൂട്ടത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ആളാണ് കാമരാജ്. കിങ് മേക്കർ എന്നറിയപ്പെടുന്ന ആളാണ് കാമരാജ്. കാമരാജ് നാടാർ എന്നാണ് മുഴുവൻ പേര്. അത് തമിഴ്നാട്ടുകാരനാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കാമരാജ് നാടാർ. അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ്സിൽ ഈ മരിക്കുന്നവരെ അധികാരത്തിരിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇദ്ദേഹം ഒരു നിർദ്ദേശം വെച്ച് എന്താണെന്ന് വെച്ചാൽ, പ്രായം കൂടിയ ആളുകൾ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും പോവുക, പ്രായം കുറഞ്ഞ ആളുകൾ അധികാരത്തിലേക്ക് വരിക. മനസ്സിലായല്ലോ? പ്രായം കുറഞ്ഞ ആളുകൾ അധികാരത്തിലേക്ക് വരിക, മറ്റേ പ്രായം കൂടിയ ആളുകൾ എന്ത് ചെയ്യണം? രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് പോകണം. ഈ ഐഡിയ ആണ് ആര് മുന്നോട്ട് വെച്ചത്? കാമരാജ്. അന്ന് ഈ കാമരാജ് പറഞ്ഞ എല്ലാവരും കേൾക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രായം കൂടിയ പല മുഖ്യമന്ത്രിമാരും രാജിവെച്ചു പോയി.
മനസ്സിലായില്ല. അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പല നവീന ആശയങ്ങളും അവിടെ ഉച്ചകഞ്ഞി കൊണ്ടുവരുന്ന സമ്പ്രദായം കൊണ്ടുവരുന്നത് കാമരാജാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതിനെ കാമരാജ് പ്ലാൻ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. പക്ഷേ പ്രായം കൂടിയ ആളുകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും പ്രായം കുറഞ്ഞ ആളുകൾ അധികാരത്തിലേക്കും വരിക, ഇതാണ് കാമരാജ് പ്ലാൻ. ക്ലിയർ? ശരി, ഇന്നത്തെ നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഈ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു 3 പോയിന്റിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കണം. അത് ഏതാണെന്ന് വെച്ചാൽ, 1 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് ലാൻഡ് സെറ്റിൽമെന്റ്. 2 സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. 3 ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ദത്താവകാശ നിരോധന നയം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇത് നടന്നത്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും കേൾക്കാൻ താല്പര്യമുള്ളവർ കാണും. മനസ്സിലായല്ലോ? തുടങ്ങാം. ശരി, ആയിക്കോട്ടെ. അപ്പൊ ആദ്യത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത് കോൺവാലിസ് പ്രഭുവാണ്. 1793 ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത്. ഇനി എന്താണ് ഈ ഭൂനികുതി? ഇതൊരു ഭൂനികുതി വ്യവസ്ഥയാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള നികുതി പിരിക്കാനുള്ള അവകാശം സെമീന്ദാർമാർക്ക് നൽകിയതാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. നൽകിയത് സെക്കൻഡാണ്, മുഗൾ ചക്രവർത്തി. അതുകൊണ്ട് തന്നെ സെമീന്ദാരി സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഈ നികുതി ദീർഘകാലത്തേക്ക് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പോൾ വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും എന്ത് വന്നാലും ബ്രിട്ടീഷുകാർക്ക് കറക്റ്റ് നികുതി കൊടുത്തിരിക്കും. കൊടുത്തില്ലെങ്കിൽ ഭൂമി പിടിച്ചെടുക്കും, അല്ലേ? ശരി, ആയിക്കോട്ടെ. അപ്പൊ അതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 വരുന്നത്. അപ്പൊ ഇത് കൊണ്ടുവന്നത് കോൺവാലിസ് പ്രഭു ആണെന്ന് പറഞ്ഞു. അപ്പൊ കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടം 1786 മുതൽ 1793 വരെയാണ്. ഇനി ഇദ്ദേഹത്തെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പോലീസ് സംവിധാനം കൊണ്ടുവന്നത് ഈ കോൺവാലിസ് പ്രഭു ആണ്. ഇതുകൂടാതെ നമുക്ക് അദ്ദേഹത്തിന്റെ കാലഘട്ടം വെച്ച് പറയുകയാണെങ്കിൽ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി നടക്കുമ്പോൾ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ കോൺവാലിസ് പ്രഭു ആണ്. ശരിയാണ്, വെരിഫൈ. നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പറയാൻ പറ്റില്ലേ. നമുക്കിനി സൈനിക സഹായ വ്യവസ്ഥയെ കുറിച്ച് സംസാരിച്ചാൽ ശരി. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവരുന്നത് വെല്ലസ്ലി ആണ്. 1798 സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവരുടെ ആധിപത്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്ന് പറയുന്ന ഒരു രീതിയാണ് സൈനിക സഹായ വ്യവസ്ഥയിലൂടെ കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്, ഓരോ നാട്ടുരാജ്യത്തിനും പ്രത്യേകമായിട്ട് ബ്രിട്ടീഷ് റെസിഡന്റിനെ അവരെ നിയമിക്കണം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് സൈനികരും രാജാവിന് സൈന്യവും അതുപോലെ തന്നെ സംരക്ഷിക്കാൻ ആ രാജ്യത്തിനുള്ളിൽ തന്നെ അവരുണ്ടാകണം. അതുപോലെ തന്നെ അവരുടെ ചെലവുകൾ വഹിക്കാനുള്ള പണം കണ്ടെത്തണം. ഇൻ കേസ് ഈ പറയുന്ന ചെലവുകൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭൂമി പകരമായിട്ട് നൽകുന്ന ഒരു സംവിധാനവും കൂടി ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പരമോന്നതമായിട്ടുള്ള ഒരു അധികാരം നൽകുക എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയും സൈനിക സഹായ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വെല്ലസ്ലി ആണ് കൊണ്ടുവന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം പറയുവാണെന്നുണ്ടെങ്കിൽ 1798 മുതൽ 1805 വരെ 1798 മുതൽ 1805 വരെയാണ് റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നതാണ് റിച്ചാർഡ് വെല്ലസ്ലി. അതുപോലെ തന്നെ ഈ പറയുന്ന മോണിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നതും റിച്ചാർഡ് വെല്ലസ്ലി ആണ്. മോണിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നതും റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരു ഗവർണർ ജനറലുമാണ് ആരെന്ന് പറയുന്നത് റിച്ചാർഡ് വെല്ലസ്ലി. അതുപോലെ ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥയോടൊപ്പം ആദ്യം കൂട്ടിച്ചേർന്ന നാട്ടുരാജ്യമാണ് എന്ന് പറയുന്നത് ഹൈദരാബാദ്. അതുപോലെ തന്നെ ഈ പറയുന്ന അവധും ഇതിനോടൊപ്പം കൂട്ടിച്ചേർന്നു. ഇനി അവധിന്റെ പ്രത്യേകത ചോദിച്ചാൽ 1857 യുദ്ധത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടം അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ഔദിലാണ്. അത് ഔദ് അല്ലെങ്കിൽ അവധ്. ഇനി ആ സമയത്ത് അവധിന്റെ ഈ വിപ്ലവം നിയന്ത്രണം നടത്തിയിരുന്ന വ്യക്തി ചോദിച്ചാൽ ബീഗം ഹസ്രത് മഹൽ. അതുപോലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നതും ഏതാണ്? നമ്മുടെ അവധാണ്. പിന്നെ എന്താണ് വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇന്ത്യൻ വിപ്ലവത്തിന്റെ നഴ്സറി എന്ന് പറയുന്നത് ബംഗാളാണ്. അപ്പൊ ഞാൻ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാ? വെല്ലസ്ലി. സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ
ബ്രിട്ടീഷുകാർ സൈന്യത്തെ കൊടുത്ത് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ സുരക്ഷിതമാക്കി. ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചാൽ ആ നാട്ടുരാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ആക്രമണമായി കൂട്ടി ഈ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ സഹായിക്കും, സൈന്യം കൊടുത്തു. ഈ സൈന്യത്തെ ഈ നാട്ടുരാജാക്കന്മാർ നിലനിർത്തിക്കൊള്ളണം, ശമ്പളം കൊടുക്കണം, അതിൻ്റെ എല്ലാ ചുമതല അവർക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്ന നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷിൻ്റെ പ്രതിനിധിയായ ഒരു റെസിഡന്റ് കൂടി താമസിക്കും അവരുടെ കൊട്ടാരത്തിൽ, അല്ലെങ്കിൽ അവരുടെ അധീനതയിൽ താമസിക്കും. പിന്നെ അയാളായിരിക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം ഈ നാട്ടുരാജ്യം ആരുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറും? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറാനുള്ള ഒരു സൂത്രപ്പണിയായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരെല്ലാം ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചു, മനസ്സിലായില്ലേ? നിവർത്തിയില്ലാതെ. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ. ആമൈ കറക്റ്റ്? ഓക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദത്താവകാശ നിരോധന നയം. എന്താണ് ഈ ദത്താവകാശ നിരോധന നയം? ഇത് നടപ്പിലാക്കിയതാരാണ്? അതിന്റെ പ്രത്യേകത എന്താണ്? എല്ലാം പറയുക. ഓക്കെ. ദത്താവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് അറിയപ്പെടുന്നത് 1848 വന്ന നിയമമാണ്. ഓക്കെ. കൊണ്ടുവന്നത് അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസിയാണ്, ലോർഡ് ഡൽഹൌസിയാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയമം കൊണ്ടുവരുന്നത്. അതായത് ഒരു നാട്ടുരാജ്യത്ത് അതിന്റെ വംശപാരമ്പര്യം നിലനിർത്താൻ ഒരു ആൺകുട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു പിൻഗാമി ഇല്ല എന്നുണ്ടെങ്കിൽ ആ നാട്ടുരാജ്യം ആരോട് ചേരണം? ബ്രിട്ടീഷിനോട് ചേരണം എന്ന് പറയുന്ന നിയമമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്താവകാശ നിരോധന നിയമം. ദത്തെടുക്കാൻ പാടില്ല. അന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നാട്ടുരാജാവിന്റെ രാജാവ് നാട് നീങ്ങിയ മൂത്ത മകനായിരിക്കും അടുത്ത രാജാവ്. അങ്ങനെ ആകാൻ മക്കൾ ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത മകനാകും. ഈ ആൺമക്കൾ ഇല്ലെങ്കിൽ ആ രാജാവിന് വേറൊരു നാട്ടുരാജ്യത്തിൽ നിന്നും ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, അതുവരെയും ഉണ്ടായിരുന്നു. പക്ഷേ ദത്തെടുക്കാൻ സമ്മതിക്കൂല. ആൺമക്കളില്ലെങ്കിൽ ആ നാട്ടുരാജ്യം ആരോടൊപ്പം ചേരും? ബ്രിട്ടീഷുകാരോടൊപ്പം ചേരും. ശരിയല്ലേ? ശരി. ദത്തെടുക്കാനുള്ള അവകാശം നിരോധിച്ചു. ശരി. അത് കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്. ഡൽഹൌസിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1848 മുതൽ 1857 വരെയാണ്. ഈ 1857 ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കാൻ ഒരു കാരണം എന്ന രീതിയിൽ നമുക്ക് എന്ത് പറയാം? ദത്താവകാശ നിരോധന നിയമം എന്ന് പറയാം. ഡൽഹൌസിയുടെ മൊത്തത്തിലുള്ള ഭരണപരിഷ്കാരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമെന്ന് പറയുന്നത് തെറ്റില്ല. ശരി. അപ്പോ ഈ ദത്താവകാശ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് കൂട്ടിച്ചേർത്ത കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ട്. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. ഒന്നാമത് കൂട്ടിച്ചേർത്തത്, ആദ്യമായിട്ട് കൂട്ടിച്ചേർത്തത് സത്താറയാണ്. സത്താറ മഹാരാഷ്ട്രയിലാണ്. 1848 എന്ത് ചെയ്തത്? സത്താറ കൂട്ടിച്ചേർത്തത്. സുഹൃത്തുക്കളെ, ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ദത്താവകാശ നിരോധനം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? സത്താറ. ശരി. പിന്നെ വരുന്നത് ജയ്പൂർ. ജയ്പൂർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ്. സാമ്പൽപൂർ ഒഡീഷയിലാണ്. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുകയാണ്. എന്തുകൊണ്ട്? ആൺമക്കളില്ലാത്തതുകൊണ്ട് അല്ലേ രാജാവിന്. പിന്നെ ഉദയ്പൂർ, നാഗ്പൂർ, ഝാൻസി, തഞ്ചാവൂര്, പിന്നെ ആർക്കോട്ട്, പിന്നെ ഔദ് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്മാനേജ്മെന്റ് മലപ്പുറം ചേർത്തതാണ്. അല്ലേ? മലപ്പുറം ചേർത്തതാണ്. ഇത് അനന്തരാവകാശി ആൺമക്കൾ ഇല്ലാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചേർന്നാണ് മറ്റു സ്ഥലങ്ങളൊക്കെ. തഞ്ചാവൂർ ആർക്കോട്ട് എന്ന് പറയുന്നത് അന്നത്തെ കർണാട്ടിക് സുൽത്താനേറ്റിന്റെ ഭാഗം. അതായത് ഇപ്പോഴത്തെ തമിഴ്നാട്ടിലാണ് ഈ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത്, തഞ്ചാവൂരും ആർക്കോട്ടും എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇത്രയും നാട്ടുരാജ്യങ്ങളാണ് എന്ത് ചെയ്തത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്താവകാശ നിരോധന നിയമം വഴി അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർത്തത്. ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ കേട്ടിട്ടുണ്ട് ഝാൻസി റാണിക്ക് ആൺമക്കളില്ലായിരുന്നു. മനസ്സിലായില്ല? അതുകൊണ്ട് ആ നാട്ടുരാജ്യം ഏതിനോട് ചേർത്തു? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരായി പൊരുതിയതും. മണികർണിക എന്ന പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. 1858 ജൂൺ 18 വീരമൃത്യു വരിച്ചു. ഹ്യൂഗ് റോസ് പരാജയപ്പെടുത്തി. അതല്ല ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അല്ലേ? ശരി, ആയിക്കോട്ടെ. ഡൽഹൌസിയെ പറ്റി പറയുകയാണെങ്കിൽ ദത്താവകാശ നിരോധന നിയമം അല്ലാതെ കോളനികളിൽ, അതായത് ബ്രിട്ടീഷ് കോളനികളിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഡൽഹൌസിയാണ്. എന്നാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത് വില്യം ബെന്റിക്കിന്റെ കാലഘട്ടം. മെക്കാളെ കമ്മീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെക്കാളെ മിനിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടത്. പക്ഷേ കോളനികളിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറഞ്ഞത് ഡൽഹൌസിയാണ്. പിന്നെ ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1853 ഏപ്രിൽ 16 ഫസ്റ്റ് ആദ്യമായിട്ട് റെയിൽവേ തുടങ്ങുന്നത്. ബോംബെ ടു താനെയാണ് ആദ്യമായിട്ട് വരുന്നത്. പഠിച്ചിട്ടുള്ളതാണ്. റെയിൽവേ കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്. പിന്നെ ഇലക്ട്രിക് ടെലിഗ്രാഫ് കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്. ഡൽഹൌസിയുടെ കാലത്താണ് ടെലിഗ്രാഫ് കൊണ്ടുവരുന്നത്. PWD തുടങ്ങുന്നതും ഡൽഹൌസിയുടെ കാലത്താണ്. അങ്ങനെയാണെങ്കിലേ
ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 1854 വുഡ്സ് ഡെസ്പാച്ച് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നു. അത് നടപ്പിലാക്കുന്ന ആരുടെ കാലത്താണ്? ഡൽഹൌസിയുടെ കാലത്താണ് ഇല്ലേ? വുഡ്സ് ഡെസ്പാച്ച്, ചാൾസ് വുഡ് എഴുതി അയച്ച നിർദ്ദേശങ്ങളാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച. കറക്റ്റ്. ഓക്കെ, അടുത്തത്. ഇനി ഈ ദത്താവകാശ നിരോധന നയം പിൻവലിച്ചത് 1858 വിക്ടോറിയ വിളംബരം. അതേസമയം റോബർട്ട് ക്ലൈവ് ഏർപ്പെടുത്തിയ ഡയാർക്കി പിൻവലിച്ചത് 1773 റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോഴാണ് അത് പിൻവലിച്ചത്, ഡയാർക്കി പിൻവലിച്ചത്. ഇതൊക്കെ നമ്മൾ ചരിത്രത്തെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, ഒരു ചെറിയ ക്ലാസ്സാണ് ഞങ്ങളിവിടെ എടുത്തത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നന്നായിട്ട് അറിയാമെങ്കിൽ, ഇനി നമ്മളെ ഈ ക്ലാസ് കാണാൻ നിൽക്കുകയേ വേണ്ട. കാരണം നിങ്ങൾ ഇതിനേക്കാളും അപ്പുറത്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ അറിവ് ഇതിനേക്കാൾ വളരെ കൂടുതലുള്ളവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കണ്ട് സമയം പാഴികളയരുത്. അല്ല, നിങ്ങൾക്ക് ഇത് പുതുമയുള്ളതായിരുന്നു, നിങ്ങൾ ഭീമമായ പൈസ കൊടുത്ത് പഠിക്കുന്നിടത്ത് ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്യുകയും ഇതേപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ തുടരും. അപ്പോൾ തുടരുക തന്നെ വേണം. ശരിയല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വായിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.